ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ രാഘവൻ നായർ വല്ലാതെ കയർത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിഷ്ണുവിനെ കാണണം. 11 മണിക്ക് ആകുമ്പം അവനോട് ഇവിടേക്ക് വരാൻ വിളിച്ചു പറ. എനിക്ക് കുഴമ്പ് മേടിക്കണം, പിന്നെ എൻ്റെ മുടിയൊക്കെ വെട്ടണം. അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ എനിക്കുണ്ട്. ഉടനെ തന്നെ അവനോട് വിളിച്ചു പറയണം, എവിടെയാണേലും വേഗം എത്താൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ അകത്തേക്ക് പോന്നു. അപ്പോഴേക്കും പിള്ളാച്ചൻ സത്യാമ്മയോട് ചോദിച്ചു, സത്യാമ്മ എന്താ ചെയ്യുക? സാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല, കുറെ നേരം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോളും, അത് കഴിയുമ്പം പിന്നെ അതങ്ങ് മറന്നോളും എന്ന് പറഞ്ഞ് സത്യഭാമ തൽക്കാലം ശിവനെ വിളിക്കണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു വന്നു. അപ്പോഴാണ് പ്ലാമൂട്ടിൽ നിന്ന് ആന്റണിയും ഡേവിസും കൂടി സുസ്മിതയെ കാണുവാനായി ആശ്രമത്തിലേക്ക് എത്തിയത്. അവര് സുസ്മിതയ്ക്ക് അരികിലേക്ക് എത്തിയതും സുസ്മിതയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഇവിടെ സ്വാമിയോട് കണ്ട് എന്തെങ്കിലും ആവശ്യം പറയാനാണോ വന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ വന്നത് സുസ്മിത മേഡത്തെ കാണാനാണെന്ന്. എന്താ കാര്യം? എനിക്ക് നിങ്ങളെ നേരത്തെ കണ്ട പരിചയമില്ലല്ലോ, ഞാനെന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഉടനെ ആന്റണിയും ഡേവിസും അവരെ സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങള് പ്ലാമോട്ടിൽ യോഹന്നാന്റെ മകനാണ് ഞാൻ, ആന്റണി. അടുത്ത് നിന്ന ഡേവിസ്, ഇത് ഞാൻ പെങ്ങളുടെ മകനാണ് എന്നറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് സുസ്മിതയ്ക്ക് ആളെ മനസ്സിലായി. ഓ, യോഹന്നാനങ്കിൾ, എനിക്ക് മനസ്സിലായി. ഞാൻ മേയറായിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ സത്യത്തിൽ എനിക്ക് അധികാരം ഒന്നും തന്നെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഡേവിസ് ആന്റണിയും പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ആം, പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഇഷ്ടം പോലെ നെല്ല് വിളഞ്ഞു കിടന്നിരുന്ന ആ നെൽപ്പാടം ഉണ്ടല്ലോ, പുഞ്ചപ്പാടം, അവിടെ ഇപ്പോ അങ്ങനെ നെൽകൃഷിയൊന്നും ഇറക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ നമ്മൾ ഒരു ആ നിലം നികത്തി, ആ പാടം നികത്തി അവിടെ ഒരു കെട്ടിടം തുടങ്ങുക, അതും ഒരു മെഡിക്കൽ സെന്റർ. ഇവിടെയുള്ള പാവങ്ങളായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അവർക്ക് മിതമായ നിരക്കിൽ മരുന്നും അവർക്ക് വേണ്ട ചികിത്സയും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു ഒരു മെഡിക്കൽ സെന്റർ. അതിനുശേഷം അതിനോട് ചേർന്ന് പിന്നീട് നമുക്ക് ആ നിലം നികത്തി അത് നമ്മുടേതായ രീതിയിലേക്ക് ചേർത്തെടുക്കാമല്ലോ. അതിനുവേണ്ടി ഒരു നീക്കമാണ് നടത്തുന്നത്. അതിന് മേഡത്തിനും നേട്ടങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് വന്നു കഴിഞ്ഞു. പക്ഷേ ഇടഞ്ഞു നിൽക്കുന്നത് കളക്ടർ മേഡമാണ്, കളക്ടർ ശാലിനി. അത് കേട്ടപ്പോഴേക്കും സുസ്മിതയ്ക്ക് ശാലിനിയോടുള്ള വൈരാഗ്യം മനസ്സിലുറച്ചു. ശാലിനിയെക്കുറിച്ച് കേട്ടപ്പോഴേക്കും സുസ്മിയുടെ മുഖഭാഗം മാറുന്നത് ആന്റണിയും ഡേവിസും ശ്രദ്ധിച്ചു. അത് ശരി, അപ്പോൾ ശാലിനിയാണ് നിങ്ങൾക്ക് പ്രശ്നം അല്ലേ എന്ന് ശാലിനിയെക്കുറിച്ച് അന്വേഷിച്ചതും അതേ എന്ന് അവർ മറുപടി നൽകി. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ശാലിനിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രശ്നവും ഇനി വരാൻ പോകുന്നില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് സുസ്മിത അറിയിക്കുമ്പോൾ അത് കേട്ട് നിന്ന ആന്റണി പറഞ്ഞു, ഇപ്പോൾ ശാലിനി മാത്രമാണ് നമ്മുടെ ഈ ഒരു പദ്ധതിക്ക് തടസ്സമായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും നാളും അവൾക്കൊപ്പം എല്ലാത്തിനും അവൾക്ക് കൂട്ടു നിന്നിരുന്ന അവളുടെ ഭർത്താവ് പോലും അവളുടെ ഒപ്പമില്ല. എന്നിട്ടും അവളുടെ അഹങ്കാരത്തിനോ തൻ്റെ ഇടത്തിനോ ഒന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ പിന്നാലെ പോയെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ സുസ്മിത ചോദിച്ചു, ഓ അത് ശരി, അപ്പോൾ അവളുടെ രക്ഷകൻ അവളുടെ ഒപ്പം ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് അവർ മറുപടി നൽകിയതും സുസ്മിത പറഞ്ഞു, എന്നാൽ ഇക്കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ഇപ്പോഴത്തെ ഈ നീക്കം അത് സക്സസ് ആയെന്ന് തന്നെ വിചാരിച്ചോളൂ. അവളുടെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിച്ചെടുക്കുന്ന കാര്യം, അവളെ കൊണ്ട് സൈൻ ഇടിയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞ് സുസ്മിത അവർക്ക് വാക്ക് നൽകുന്നു. അങ്ങനെ സുസ്മിതയുടെ വാക്ക് നേടി അവർ അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയത്ത് പ്രകാശിനെ കുറിച്ച് ഒരു വിവരം അറിയാത്തതുകൊണ്ട് ചന്ദ്ര വേഗം ശിവന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശിവൻ കോൾ എടുത്തതും ചന്ദ്ര പറഞ്ഞു, ഏട്ടാ, ഒടുവിൽ അച്ഛൻ സമ്മതിച്ചു. എൻ്റെ ആഗ്രഹത്തിന്, പ്രകാശുമായിട്ടുള്ള എൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അച്ഛൻ നടത്തുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, കൊള്ളാം മോളെ, എന്തായാലും നന്നായി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുമെന്ന്. നമ്മുടെ അച്ഛന് അധികം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും നിന്റെ ആഗ്രഹം സാധിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് ശിവൻ അറിയിച്ചു. അപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത്, പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഏട്ടാ. ഇന്നലെ പ്രകാശിനെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പോന്നു കഴിഞ്ഞ് പിന്നെ പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്യുന്നു, പക്ഷേ പ്രകാശിന്റെ ഫോൺ റിങ് ചെയ്യുന്ന പോലും ഇല്ല. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ ഉടനെ ചന്ദ്രയുടെ ടെൻഷൻ കേട്ട് ശിവൻ പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവനൊരു ഡോക്ടറല്ലേ. പിന്നെ അവൻ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കും.
അതുകൊണ്ടാണ് ഫോൺ സൈലൻ്റാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും മോള് ടെൻഷനൊന്നും ആവണ്ട, ഞാൻ അന്വേഷിക്കാം. പിന്നെ ഞാൻ നിന്നെ പിന്നീട് വിളിച്ചോളാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ശിവൻ വേഗം തന്നെ നിർമ്മലയുടെ ഫോണിലേക്ക് വിളിച്ചു. കോളെടുത്ത നിർമ്മല വലിയ സന്തോഷത്തോടെ പറഞ്ഞു, മോനെ ഇവിടെ അച്ഛൻ എല്ലാത്തിനും സമ്മതിച്ചടാ. ചന്ദ്രയുടെ തീരുമാനം, ചന്ദ്രയുടെ ഇഷ്ടം നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പം അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഇപ്പോൾ മോനെ നീ വരത്തില്ലേ? പെങ്ങളുടെ വിവാഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കേണ്ടവനല്ലേ നീ എന്ന് ചോദിച്ചതും ഉടനെ ശിവൻ പറഞ്ഞു, ആ എനിക്ക് അച്ഛനെന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ കല്യാണത്തിന് വരും. അത് കേട്ടതോടെ ദേഷ്യത്തോടെ നിർമ്മല പറഞ്ഞു, പിന്നെ അച്ഛൻ വിളിച്ചു, നീ ഇത്ര പിടിവാശി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമല്ല നിന്റെ അച്ഛനല്ലേ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ മഹിയേട്ടൻ മാറിക്കഴിഞ്ഞു. മഹിയേട്ടൻ മക്കളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ പാവം മനുഷ്യൻ്റെ മനസ്സ് ഇനി നീ വീണ്ടും വേദനിപ്പിക്കാൻ നോക്കരുത്. എന്തായാലും നീ വിവാഹത്തിന് വരണം. പെങ്ങളുടെ വിവാഹത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്താനും എല്ലാത്തിനും മുൻപന്തിയിൽ നീ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ശിവൻ പറഞ്ഞു, വരാമേ. ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ ചന്ദ്രയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയുമോ? ഞാൻ വരും എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതിനുശേഷം ചന്ദ്രയെ വിളിച്ച് ശിവൻ പറഞ്ഞു, മോളെ നീ പേടിക്കൊന്നും വേണ്ടേ, കുഴപ്പമൊന്നുമില്ല. അമ്മയോട് ഞാൻ സംസാരിച്ചു, എല്ലാം സേഫാണ്. പിന്നെ നിന്റെ ഒരു സമാധാനത്തിന് വേണമെങ്കിലേ ഞാൻ പ്രകാശിനെ പോയി ഹോസ്പിറ്റലിൽ പോയി ഒന്ന് അന്വേഷിക്കാം, എന്താ എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ചന്ദ്ര ആ ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം രേഷ്മയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. സിസ്റ്റർ രാധയായിരുന്നു ഫോൺ ചെയ്തത്. കോൾ എടുത്ത ഉടനെ തന്നെ രാധ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറഞ്ഞു. ഇന്നേ ഡോക്ടർ ഇവിടെ ഇല്ല, അതുകൊണ്ട് വേഗം വരൂ എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് എത്തിയ രേഷ്മ സിസ്റ്ററെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്നോട് ഇത്ര അത്യാവശ്യപ്പെട്ട് വേഗം നിർത്താൻ പറഞ്ഞ് എന്തിനാണ് സിസ്റ്ററെ എന്ന് അന്വേഷിച്ചപ്പോൾ രാധ പറഞ്ഞു, അതെ ഇവിടെ ഇന്ന് ഡോക്ടർ ലീവാണ്, അതുകൊണ്ട് ഞാൻ ആ ഫയൽ എടുത്തു തരാം, അക്കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. എന്തായാലും വലിയ റിസ്ക് ഉള്ള കാര്യമാണ്, ഞാനൊന്ന് ശ്രമിക്കട്ടെ, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് വേഗം രാധ അകത്തേക്ക് കയറി പോന്നു. എന്നിട്ട് ആ ഡോക്ടറെ ക്യാബിനിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഹാർട്ട് മാറ്റി വെച്ച ആ ഫയൽ കൃത്യമായി കണ്ടെത്തി. ആ ഫയലുമായിട്ട് വേഗം തന്നെ രേഷ്മയുടെ അരികിലേക്ക് എത്തി. ഇതാണ് ആ ഫയല് എന്ന് പറഞ്ഞ് രേഷ്മയെ ആ ഫയൽ ഏൽപ്പിച്ചു. രേഷ്മ അത് വാങ്ങിച്ചതിന് ശേഷം, ഓ സന്തോഷമായി, എന്തായാലും ഫയൽ കിട്ടിയല്ലോ, വലിയ ഉപകാരം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ ഫയൽ വാങ്ങിച്ചു. അപ്പോഴേക്കും രേഷ്മ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് വലിയ റിസ്ക് എടുത്താണ് ഞാൻ ചെയ്തത്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം രാധയ്ക്കുണ്ടാവില്ല, ഞാനത് ഉറപ്പ് വരുന്നു. എന്തായാലും വലിയ സന്തോഷമാണ് ഉണ്ട് എന്ന് പറഞ്ഞതും രേഷ്മയുടെ സിസ്റ്റർ പറഞ്ഞു, ദാ അകത്തുള്ള ഫോട്ടോ, ആദ്യം കാണുന്ന ഫോട്ടോ ഡോണറുടേതാണ്, മറ്റേതാണ് അത് സ്വീകരിച്ച ആളുടേത്. അത് കേട്ടതും, ശരി എനിക്ക് ഡോണർ ആരാന്ന് എനിക്കറിയാം, പക്ഷേ അത് വാങ്ങിച്ച ആരാണെന്നാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞ് ആ ഫയൽ എടുത്ത് തുറന്നു നോക്കുമ്പോൾ ശിവൻ കൃത്യമായി പ്രകാശിനെ കുറിച്ച് അന്വേഷിക്കാനായി ആ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തുകയാണ്. രേഷ്മ ആ ഫയൽ തുറന്ന് ശിവന്റെ ഫോട്ടോ കയ്യിലെടുക്കുമ്പോൾ രേഷ്മയുടെ മുന്നിലാണ് ശിവൻ വന്ന് വണ്ടി നിർത്തുന്നത്. പക്ഷേ ഫോട്ടോയിലേക്ക് തന്നെ രേഷ്മ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് ശിവനെ രേഷ്മ കാണാതെ പോന്നു. ശിവൻ അപ്പോഴേക്കും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്ന് അവിടുത്തെ റിസപ്ഷനിസ്റ്റോട് പ്രകാശിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഡോക്ടർ പ്രകാശ് വന്നിട്ടില്ലല്ലോ എന്നറിയിച്ചതും, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് നമ്പർ തരാം, അദ്ദേഹത്തോട് സംസാരിച്ചോളൂ. അങ്ങനെ പ്രകാശിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ ശിവന് നൽകുന്നു. ഈ സമയത്ത് വിഷ്ണുവിനെ കാണാത്തതിൻ്റെ ടെൻഷനിലായിരുന്നു രാഘവൻ നായർ. രാഘവൻ നായർ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്നുണ്ട്. സത്യമ്മ അരികിലേക്ക് ചെയ്യുന്നു. രാഘവേട്ട ഇങ്ങനെ ദേഷ്യപ്പെട്ട് മാറാതെ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചേ, ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടും, അതെ വാശി പിടിക്കാതെ എനിക്ക് രക്ഷയില്ല, കാരണം ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മോനെ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ, എനിക്ക് എൻ്റെ വിഷ്ണുവിനെ കാണണം, അവൻ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ സത്യമ്മ പറഞ്ഞു, എൻ്റെ രാഘവേട്ട ഇവിടെ നിൽക്കുന്നത് നമ്മുടെ മോൻ വിഷ്ണു അല്ല, അത് ശിവനാണ്. അതുകൊണ്ട് രാഘവേട്ടൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നമ്മുടെ മകൻ കയ്യിലുള്ള പണവുമായിട്ട് നാട് വിട്ട് പോയിരിക്കുകയല്ലേ, പണം തീർന്നു കഴിയുമ്പോൾ അവൻ തിരിച്ചിങ്ങെത്തും. അവന് വീടും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ട, എന്തിനേറെ പറയുന്നു മക്കളെ പോലും അവന് വേണ്ട, അവനിങ്ങനെ നാട് ചുറ്റി നടക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല, എൻ്റെ ഈ ശാപത്തിൽ നിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടാനും പോകുന്നില്ല എന്നെല്ലാം ദേഷ്യത്തോടെ പറയുന്ന രാഘവൻ നായർ തൻ്റെ മകനെ ഇങ്ങനെ ശപിക്കുന്നത് കേട്ട് സഹിക്കാനാകാതെ വേഗം ചാടി എഴുന്നേറ്റ് സത്യമ്മയുടെ കഴുത്തിന് പിടിക്കണം. നീ എന്താടി പറഞ്ഞത്, എൻ്റെ മകനെ നീ ശപിക്കുന്നോടി എന്ന് ചോദിച്ച് സത്യമ്മയുടെ മുടുക്കത്തിന് പിടിക്കുമ്പോഴേക്കും സത്യമ്മ പറഞ്ഞു, രാഘവേട്ടൻ എനിക്ക് തല വേദനിക്കുന്നു, വിട് എന്ന് പറഞ്ഞു. ഇല്ലടി, നിന്നെ ഞാൻ കൊല്ലും, നീ എൻ്റെ മോനെ ശപിക്കുന്നോ? ആഹാ, എൻ്റെ മോനെ ശപിക്കാൻ നിന്നോടാടി പറഞ്ഞത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ രാഘവൻ നായർ സത്യമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഇത് കണ്ടതോടെ അവിടേക്ക് ഓടിയെത്ത പിള്ളച്ചേട്ടൻ രാഘവൻ നായരെ പിടിച്ച്
മാറ്റാൻ ശ്രമിച്ചു. സാറേ, സാർ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും, മാറി നിൽക്കടോ അങ്ങോട്ട്. എൻ്റെ എൻ്റെ മോളെ എൻ്റെ മോനെ എനിക്ക് കാണണം. അവനെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. അവനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ഇത് കണ്ടതും വല്ലാത്ത ദേഷ്യത്തോടെ പകയോടെ തന്നെ സത്യാമ്മയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും രാഘവൻ നായർ ആകെ ദേഷ്യപ്പെട്ട് പറയുന്നത് കേട്ട് സത്യാമ്മ പറഞ്ഞു, രാഘവേട്ടൻ എന്താ ഈ കാണിച്ചു കൂടുന്നതെന്ന് ചോദിച്ചതും, വേണ്ട, എനിക്ക് ആരും വേണ്ട, മാറിക്കോ എല്ലാം ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ രാഘവൻ നായർ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടെയുള്ള സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന വേഗം സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്ന രാഘവൻ നായർ പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ കണ്ടാൽ മതി. എൻ്റെ മോനില്ലാതെ എനിക്കൊന്നും ചെയ്യണ്ട, എനിക്കൊന്നും അറിയാൻ വേണ്ട. എൻ്റെ മോൻ എൻ്റെ അടുത്ത് വരണം, അവനെ കൊണ്ടുവരണം. മോനെ വിഷ്ണുവേ, നീ എവിടെയാടാ എന്ന് ചോദിച്ച് രാഘവൻ നായർ കരയുന്നത് കണ്ട് സത്യാമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സത്യാമ്മ ആകെ വിഷമത്തോടെ രാഘവൻ നായരുടെ സങ്കടം കണ്ടങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴാണ് രേഷ്മയുടെ ഫോണിലേക്ക് ശാരദാമ്മ വിളിക്കുന്നത്. രേഷ്മ കോൾ എടുത്തതും ശാരദാമ്മ പറഞ്ഞു, ഇത് രേഷ്മയല്ലേ മോളെ, ഞാനാ ശാലിനിയുടെ അമ്മ ശാരദാമ്മ, കുടുംബശ്രീയിൽ നിന്ന് വിളിക്കാം. മോൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, വരാലോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതിനുശേഷം രേഷ്മ ശാരദാമ്മ വിളിച്ച പ്രകാരം നേരെ കുടുംബശ്രീയിലേക്ക് എത്തുകയാണ്. വിഷ്ണുവിൻ്റെ ചിതാഭസ്മം എത്രയും പെട്ടെന്ന് നിമജ്ജനം ചെയ്യണമെന്നും അതിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ കൂടെ രേഷ്മ കൂടി ഉണ്ടാവണമെന്ന് ശാരദാമ്മ ആവശ്യപ്പെടുന്നു. അതിനുവേണ്ട ഒരുക്കങ്ങൾ രേഷ്മ ചെയ്യണമെന്നതായിരുന്നു ശാരദാമ്മയുടെ ആവശ്യം. ഈ സമയത്ത് ശാരദാമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫയലിൽ രേഷ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫയൽ രേഷ്മ ശാരദാമ്മയെ കാണിക്കുന്നു. ശാലിനി തന്നോട് ആവശ്യപ്പെട്ട പ്രകാരം വിഷ്ണുവിൻ്റെ ഹാർട്ട് ആർക്കാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് ശാലിനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫയലാണത്. ഇതിനകത്ത് കൊടുത്ത ആളുടെയും വാങ്ങിച്ച ആളുടെയും ഫോട്ടോസ് ഉണ്ട് എന്ന് പറഞ്ഞു. വേഗം ആ ഫയൽ വാങ്ങിച്ച് അതിൽ കൊടുത്ത വിഷ്ണുവിൻ്റെ ഫോട്ടോ കണ്ടു. അടുത്തത് ആരാണെന്ന് അറിയാനായി, ആർക്കാണ് ആ ഹാർട്ട് മാറ്റി വെച്ചതെന്ന് അറിയാനായി ആ ഫയൽ തുറന്നു നോക്കിയപ്പോൾ അതിലിരിക്കുന്ന ഫോട്ടോ കണ്ട് ശാരദാമ്മ ഞെട്ടി. ഉടനെ ശാരദാമ്മ പറഞ്ഞു, മോളെ, ഇതിനോടകം വിഷ്ണുവിൻ്റെ ഹൃദയവുമായിട്ട് അയാൾ ആ വീട്ടിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിലോടെ രേഷ്മയും ശാരദാമ്മയും നോക്കുന്നു.